യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പാറമേൽ പണിത ഭവനം പോലെ ഒരുവനെ ആക്കി തീർക്കുന്നതാണ് സുവിശേഷം. പാറമേൽ പണിത ഭവനം പോലെ. ഈ വിശ്വാസം ഉള്ളവനും വിശ്വാസം ഇല്ലാത്തവനും, ആത്മീയത ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് പാറമേൽ പണിത ഭവനവും മണലിൽ പണിത ഭവനവും. രണ്ട് വീടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. നമ്മൾ പറയും, ഓ അവന് മണലിലാണെങ്കിൽ പിന്നെ എന്നാ കുഴപ്പം, അല്ലെ അവൻ പള്ളി പോകത്തില്ല, പക്ഷെ അവൻ എന്നാ കുഴപ്പം, അവനൊരു കുഴപ്പമില്ല, അവന് വലിയ മാളികയാണ് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? കാറ്റും വെള്ളപ്പൊക്കവും രണ്ടിനും അടിക്കും. പാറമേൽ പണിത ഭവനമാണെന്ന് പറഞ്ഞാൽ കാറ്റും വെള്ളപ്പൊക്കം അടിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ല. ദുഃഖങ്ങളും വേദനകളും സഹനങ്ങളും അപമാനങ്ങളും ഉണ്ടാവും. പക്ഷെ ഉണ്ടായാൽ മണലിൽ പണിത ഭവനം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. അതേസമയം പാറമേൽ പണിത ഭവനം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ഇതാണ് വിശ്വാസമുള്ളവൻ്റെ, ശരിക്കും പ്രാർത്ഥിക്കുന്നവൻ്റെ, അവൻ്റെ ജീവിതത്തിലെ വ്യത്യാസം. അവന് തിരിച്ചടികൾ ഉണ്ടാകത്തില്ലെന്നല്ല, ഉണ്ടായാലും അവൻ പിടിച്ചു നിൽക്കും ശക്തിയോടുകൂടി. അതാണ് ധീരത നൽകുന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. ജീവിക്കാൻ ധൈര്യം നൽകുന്ന വിശ്വാസം. നമ്മുടെ മക്കൾക്ക് ഇന്ന് ജീവിക്കാൻ ധൈര്യം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ നല്ല മിടുക്കര് പെമ്പിള്ളേരും ആമ്പിള്ളേരോടും ഒക്കെ ഞാൻ ചോദിക്കും, മകളെ, പ്രത്യേകിച്ച് 95% മാർക്ക് മേടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എന്തേലും പിള്ളേരുണ്ട്, നമ്മളെപ്പോലെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്. ഈ പിള്ളേരോട് ഞാൻ ചോദിക്കാറുണ്ട്, മക്കളെ, നിങ്ങളൊരു മത്സര പരീക്ഷ എഴുതി നാട്ടിൽ തന്നെ ഒരു ജോലി വാങ്ങരുതോ? അവർ പറയുന്നു, ഓ പിതാവേ, ഇവിടെ അങ്ങ് എഴുതിയാൽ കിട്ടത്തില്ല പിതാവേ. അവർക്കൊരു ധൈര്യമില്ല ഇവിടെ നിൽക്കാൻ, ജീവിക്കാൻ. അതുകൊണ്ട് സംഭവം എന്താ? ഭരണരംഗത്തേക്കൊന്നും നമ്മുടെ പിള്ളേർ വരുന്നില്ല. നല്ല ആൾക്കാർ, നല്ല മൂല്യങ്ങളുള്ളവർ ഭരണരംഗത്തേക്ക് വന്നാലേ ഭരണം നേരെയാവത്തുള്ളൂ. അതുകൊണ്ട് നന്മയുള്ള ഒത്തിരി മൂല്യങ്ങളുള്ള നമ്മുടെ മിടുമിടുക്കര് ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് മാത്രം അവർ നാട് വിട്ടു പോകുന്നുണ്ട്. കുറച്ചുപേര് പൊക്കോട്ടെ, കുറച്ചുപേരെ എല്ലാം കൊണ്ട് നമ്മളിവിടെ നിന്നിട്ട് ആർക്ക് ജോലി കൊടുക്കാനാണ്? നമ്മുടെ സർക്കാരിന് അതിനൊന്നും നേരമില്ല. അവർക്ക് നിയമസഭയിലെ ചർച്ചയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അതിൻ്റെ പേരിൽ ദിവസം മുഴുവൻ ചർച്ചയും ചെയ്ത് കുറേ ദിവസം കഴിയുമ്പോൾ ഇത് നിർത്തും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് മനുഷ്യന് നന്മയുള്ള എന്തെങ്കിലും കാര്യം ചിന്തിക്കാനോ വല്ലതിനോ അവർക്ക് നേരമുണ്ടോ? ഇല്ല. ഇവിടെ മെച്ചപ്പെട്ട ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പിള്ളേർ കുറേയൊക്കെ പൊക്കോട്ടെ. പക്ഷേ നമ്മുടെ കൂടുതൽ ഏറ്റവും മിടുക്കർക്ക് ഇവിടെ നിൽക്കാമല്ലോ. ധൈര്യമില്ല നമ്മുടെ പിള്ളേർക്ക്. ഒരു മത്സര പരീക്ഷ എഴുതാൻ ധൈര്യമില്ല. അനിശ്ചിതത്വങ്ങളെ നേരിടാൻ ധൈര്യമില്ല.